നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ത്യയുടെ മെട്രോ ലോകത്തിലെ രണ്ടാമത്തെ വലിയ നെറ്റ്വർക്കായി മാറുന്ന കാലം ഇനി വിദൂരമല്ല. അടുത്ത 2.5 വർഷത്തിനുള്ളിൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ നഗര മെട്രോ സംവിധാനമായി ഇന്ത്യ ഉടൻ തന്നെ മാറും. ഡൽഹി തലസ്ഥാന മേഖലയിൽ മാത്രം 73 ലക്ഷം പേർ ഉൾപ്പെടെ പ്രതിദിനം 1 കോടി യാത്രക്കാരുമായി മെട്രോ യാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട്. രാജ്യത്ത് നിലവിൽ 945 കിലോമീറ്റർ മെട്രോ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. ഇതുകൂടാതെ നിലവിൽ 1000 കിലോമീറ്റർ കൂടി നിർമ്മാണത്തിലാണെന്നും സമീപകാലങ്ങളിൽ പൂർത്തിയാക്കപ്പെടുമെന്നുള്ളത് ഈ മേഖലയിലെ പുരോഗതി തുറന്നു കാട്ടുന്നു. നഗരങ്ങളിലെ ജനസംഖ്യ വൻതോതിൽ വർദ്ധിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ ന്യായമായ സമയത്തിനുള്ളിൽ നഗരത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊന്നിലേക്ക് എത്തിച്ചേരുന്നതിന് മെട്രോ സംവിധാനം വളരെയധികം ഉപയോഗപ്രദമാണ്. 2002 മെട്രോ സംവിധാനം ആരംഭിക്കാൻ തന്നെ കാരണം മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ദീർഘദർശനമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള വികസനമാണ് മെട്രോ റെയിൽ ശൃംഖല പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ചൈനയ്ക്കും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്കും ശേഷം ഇന്ത്യ നിലവിൽ 3-ാം സ്ഥാനത്താണ്. 281 മെട്രോ ലൈനുകളും 47 മെട്രോ സംവിധാനങ്ങളും ഉൾപ്പെടെ 9827.5 കിലോമീറ്റർ ശൃംഖലയുള്ള ചൈന മെട്രോ കണക്ഷനുകളിൽ ഇപ്പോഴും മുൻപന്തിയിലാണ്. 87 ലൈനുകളിലായി വ്യാപിച്ചു കിടക്കുന്ന മെട്രോ ശൃംഖലയുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്കാണ് 2-ാം സ്ഥാനം. 1386.2 കിലോമീറ്റർ ശൃംഖലയും 16 മെട്രോ സംവിധാനങ്ങളുമുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്കാണ് 2-ാം സ്ഥാനം. എന്നാൽ പല നഗരങ്ങളിലും ഇന്ത്യ മെട്രോ അതിൻ്റെ ശൃംഖല വിപുലീകരിക്കുന്നതോടെ വരും വർഷങ്ങളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയെ മറികടന്ന് ലോകത്തിലെ രണ്ടാമത്തെ വലിയ മെട്രോ ശൃംഖലയായി ഇന്ത്യ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു.